വാർത്താവിനിമയ മാർഗങ്ങൾ ഏതെല്ലാന്ന് നമുക്ക് പഠിക്കാം. വാർത്താവിനിമയ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണ്ടേ, അതിനു വേണ്ടിയുള്ള സാമഗ്രികളാണ് വാർത്താവിനിമയ മാർഗങ്ങൾ അല്ലേ. അന്നേരം നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചറിയാൻ പറ്റുന്ന ഒരു വാർത്താവിനിമയ മാർഗമാണ് ഏത്? പത്രം. വർത്തമാന പത്രം. ഇതിനകത്ത് എല്ലാ ന്യൂസുകളും നമുക്ക് വായിച്ചറിയാം അല്ലേ. കൊച്ചു കൊച്ചു ന്യൂസുകളെല്ലാം നമ്മുടെ സ്ഥലത്ത് നടക്കുന്ന ഉത്സവങ്ങളായാലും അല്ലാതുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വായിച്ചറിയാൻ പറ്റുന്ന വാർത്താവിനിമയ മാർഗമാണ് ഇത്? പത്രം. പത്രം. ഇനി നമുക്ക് കേൾക്കാൻ മാത്രം, പാട്ടുകളും കഥകളും എല്ലാം കേൾക്കാൻ മാത്രം പറ്റുന്ന ഒരു വാർത്താവിനിമയ മാർഗമാണ് ഏത്? റേഡിയോ. റേഡിയോ. ഇനി നമുക്ക് കഥ കേൾക്കാനും പാട്ടുകൾ കേൾക്കാനും കഥ കാണാനും കഥ പറയുന്ന ആളിനെ കാണാനും പാട്ട് പാടുന്നത് കാണാനും ഡാൻസ് ചെയ്യുന്നത് കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു വാർത്താവിനിമയ മാർഗമാണ് ഇത്? ടിവി. ടിവി. ഇനി നമുക്ക് ദൂരെയുള്ള ഈശ്വരത്തിനൊക്കെ ദൂരെ ഇല്ലയോ, അഭ്യർത്ഥിയുടെ അമ്മയൊക്കെ ദൂരെ ഇല്ലയോ, അവരുടെ എല്ലാ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു വാർത്താവിനിമയ മാർഗമാണ് ഏത്? ടെലഫോൺ. അവര് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും ഇല്ലേ. ഇത് ഇങ്ങോട്ട് ടെലിഫോൺ. ടെലിഫോൺ. ഇനി നമുക്ക് ദൂരെയുള്ള ആളിന്റെ സൗണ്ട് കേൾക്കാനും ആ ആളിനെ കാണാനും പറ്റുന്ന ഒരു വാർത്താവിനിമയ മാർഗമാണ് ഇത്? മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മള് കത്തുകൾ എഴുതിയാണ് ഇടുന്നത്. ഇത് ഏതായിരുന്നത്? കത്തുകൾ എഴുതും. നമുക്ക് ഒരാളെ ഒരു കാര്യം അറിയിപ്പിക്കണമെങ്കിൽ നമ്മുടെ കത്തുകൾ എഴുതും. എന്നിട്ട് ആ കത്ത് കൊണ്ടിട്ട് പോസ്റ്റ് ഓഫീസിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട്. ഏതാണ്? പോസ്റ്റ് പെട്ടി. പോസ്റ്റ് പെട്ടി. എന്നിട്ട് അതിന്റെ നിറം എന്താണ്? ചുവപ്പ്. നമ്മൾ പോസ്റ്റ് ഓഫീസ് തിരിച്ചറിയുന്നത് അതിന്റെ മുമ്പിൽ ഈ പോസ്റ്റ് പെട്ടി ഇരിപ്പുണ്ട്. പോസ്റ്റ് പെട്ടി ഇരിപ്പുണ്ട്. ആ പോസ്റ്റ് പെട്ടിയുടെ നിറം ചുവപ്പാണ്. ഈ കത്തുകൾ നമ്മൾ എഴുതി ഇതിൽ കൊണ്ടുചെന്ന് ഇടും. അത് പിന്നെ തുറന്നെടുത്ത് പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും. ഈ കത്ത് നമുക്ക് കൊണ്ടുതരുന്നതാരാ? പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ. ഇനി ഓഫീസിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പെട്ടെന്ന് നടക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ. ലാപ്ടോപ്പ്. ഇതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം വേഗത്തിൽ നടക്കും അല്ലേ.